ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 11 വിശുദ്ധ മാമർത്തൂസിൻ്റെ തിരുനാൾ. ഫ്രാൻസിലെ വിയന്നയിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിജ്ഞനും വിശുദ്ധനുമായ മാമർത്തൂസ് തൻ്റെ രൂപതയിൽ അദ്ദേഹം നിരവധി പ്രാർത്ഥനാ ദിനങ്ങളും ഉപവാസ ദിനങ്ങളും സ്ഥാപിച്ചു. അവയിൽ പലതും സാർവത്രിക സഭയും നടപ്പിലാക്കി. ഭൂകമ്പം, അഗ്നി, വന്യമൃഗങ്ങളുടെ ആക്രമണം, വസന്ത മുതലായവ പൊതു വിപത്തുകളിലാണ് ഈ പ്രാർത്ഥനാ ദിനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒരിക്കൽ വിയൻ നഗരത്തിൽ വലിയ ഒരു തീപിടുത്തമുണ്ടായി. ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥന കൊണ്ട് അത് ശമിച്ചു. അത് കണ്ട് ജനങ്ങളുടെ മനസ്സ് ദൈവത്തിലേക്ക് തിരിഞ്ഞു. പ്രാർത്ഥനയിൽ ആശ്രയിക്കാനും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനും ഈ സന്ദർഭം ഉപയോഗിച്ച ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. പലരും ഭൗതിക നാശങ്ങളെ യാദൃച്ഛിക സംഭവങ്ങൾ മാത്രമായിട്ടാണ് വീക്ഷിച്ചത്. എന്നാൽ ചിലപ്പോൾ അവ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ആകാവുന്നതാണ് എന്ന മനോഭാവം അനേകർക്ക് ആധ്യാത്മിക നന്മ ഉളവാക്കി. പിന്നീട് ഒരിക്കൽ കൂടി നഗരത്തിൽ അഗ്നിബാധ ഉണ്ടായി. അന്നും ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥനയുടെ ഫലം ജനങ്ങൾ ദർശിച്ചു. പ്രാർത്ഥനാ ദിനങ്ങൾക്കു വേണ്ട അപേക്ഷകൾ രചിച്ചതും മാമർത്തൂസ് തന്നെയാണ്. പ്രാർത്ഥനയുടെ ഈ പ്രേക്ഷിതൻ 477 അന്തരിച്ചു. വിശുദ്ധ മാമർത്തൂസെ, ഞങ്ങൾക്കു വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.